പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തന്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മീനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് സൂരജ്. ഇതോടെ സൂരജിനോട് ഒരു പെണ്ണിനോട് കൈ ഉയർത്തിയത് ശരിയായില്ല, അത് എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്തുകൊണ്ടാണ് സൂരജ് ചെയ്തത്? അത് മീനു, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ ഇങ്ങനെ കൈ ഉയർത്തി അടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, അത് ഉറപ്പ് തന്നെയാ. മീനു, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല സാർ, മതി. എനിക്കൊന്നും പറയാനുമില്ല, എന്നോടൊന്നും പറയേണ്ട ആവശ്യവുമില്ല. ഞാൻ ഇനിയൊന്നും കേൾക്കാൻ തയ്യാറല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. മീനു പോയതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് സൂരജ്. ഇതേ തുടർന്ന് പാർവതിയുടെ ഫോണും തേടിയെത്തുകയാണ്. സൂരജ്, എൻ്റെ മകളെ ജീവിക്കാൻ അനുവദിക്കണം. ഇനിയും നീ ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു അമ്മയുടെ മാനസിക വിഷമം, അത് നീ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന്, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആൻറ്റി. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. ഞാൻ ആ വാക്ക് തെറ്റിക്കുകയില്ല. സൂരജ് ഇതോടെ വാക്ക് കൊടുക്കുന്നു. പക്ഷേ സൂരജിന്റെ മനസ്സ് മുഴുവൻ സങ്കടം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ലിജോ ഇന്ദുജിയെയും തനിക്ക് അറിയാമെന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയുന്നത്. ഇതോടെ എന്ത് രഹസ്യമാണ് സൂരജ് ഒളിപ്പിച്ചു വെക്കുന്നത്? സൂരജും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ സാധിക്കുമോ? ഇതോടെ ലിജോ സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സൂരജ് കടന്നു വരുന്നത്. ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവരെയും ഇപ്പോൾ ഇന്ദുജ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം പുറത്തു വരികയാണ്. സൂരജ് ആണെങ്കിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് സത്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.